Welcome to IN Solutions. വെൽക്കം ഫ്രണ്ട്സ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ നോക്കിയത് വാളിലെ വിൻഡോസിൻ്റെ സ്പേസിങ് എവിടെയാണെന്നുള്ള പൊസിഷൻ വെച്ചിട്ട് നമ്മൾ അതിനുള്ള സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ബിൽഡിങ്ങിൻ്റെ ബാക്കി കോമ്പണൻസ് ഒക്കെ റെഡിയാക്കണം. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചേഴ്സിൻ്റെ വാൾ കൊടുത്തു, ബേസ്മെൻറ്റ്, പില്ലേഴ്സ്, ബീം വരെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് റൂഫ്, ഷെയ്ഡ്, പിന്നെ പാരപ്പറ്റ്, അതുപോലെ സ്ട്രക്ചേഴ്സിൻ്റെ മാത്രം. അപ്പോൾ ഈ സ്ട്രക്ചറിൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തതായിട്ട് വരേണ്ടതെന്ന് പറഞ്ഞാൽ ഷെയ്ഡാണ്. ഈ ഒരു വീട്ടിന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള നോർമൽ സ്ലോപ്പ് ഷെയ്ഡ് കണ്ടിട്ടുണ്ടാവും, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് ഫസ്റ്റ് പാർട്ട് നമ്പർ 1 വീഡിയോയിനകത്ത് 3.46 മിനിറ്റ് സെക്കൻഡ് എത്തും. ആ ഒരു സ്ഥലത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഔട്ടർ പ്ലാനിൻ്റെ റെഫറൻസ് എടുത്തായിരുന്നു. ആ ഒരു റെഫറൻസ് ലൈൻ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഞാൻ ബാക്കിയുള്ള എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് 0 മാത്രം ഓൺ ചെയ്യാൻ അതിനകത്താണ് ആ ഔട്ടർ പ്ലാനിൻ്റെ ഈ ഒരു ലൈനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ എന്താണാവോ ആ ഒരു ടോട്ടൽ ഏരിയയുടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്നുള്ള ഒരു റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഷെയ്ഡ് എടുക്കുന്നത്. ആ ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഷെയ്ഡിന് ഓഫ്സെറ്റ് 60 സെൻറ്റിമീറ്റർ ആണ് കൊടുക്കുന്നത്. ആ ഒരു ഓഫ്സെറ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ 60 സെൻറ്റിമീറ്ററിന് നമ്മൾ ബാക്കിയുള്ളത് ആസ് യൂഷ്വൽ നമ്മൾ ഷെയ്ഡിന് കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തിട്ട് ഇതിന് ഞാൻ ഫില്ലറ്റ് ചെയ്യാൻ പോവുകയാണ്. മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് ഒറ്റ ക്ലിക്കിൽ തന്നെ ചെയ്യാനൊക്കും. ഓക്കെ, അപ്പോൾ ഈ ചെയ്തതിന് ശേഷം ഞാൻ ഐസോമെട്രിക് വ്യൂയിലോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഈ ചെയ്തിരിക്കുന്ന ഷെയ്ഡ് ഉണ്ടല്ലോ, ഷെയ്ഡിനെ ഞാൻ ഷെയ്ഡ് എന്നുള്ള ഒരു പുതിയ ലെയറിലോട്ട് അസൈൻ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ലെയർ, ഷെയ്ഡ്. ഞാൻ സ്ലോപ്പ് ഷെയ്ഡാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓടിൻ്റെ കളറായിട്ടുള്ള ഒരു കളറാണ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഷെയ്ഡ് എടുത്തു, അതാണ് ഞാൻ കറണ്ട് ലെയറാക്കി മാറ്റുന്നത്. എന്നിട്ട് ഈ ഒരു 4 ലൈൻസ് നമ്മളിപ്പോൾ ഓപ്സെറ്റ് എടുത്ത ആ ഒരു 4 ലൈൻ ഉണ്ടല്ലോ ഷെയ്ഡിൻ്റെ ഔട്ടർ ബൗണ്ടറി, അപ്പോൾ അതിനെ എല്ലാം സെലക്ട് ചെയ്തിട്ട് ഞാൻ പോളിലൈനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ജോയിൻ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ 4 ഒബ്ജക്റ്റ് കൺവേർട്ടർ ഇൻടു 1 പോളിലൈൻ മെസ്സേജ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇത് ഒറ്റ ഒരു പോളിലൈനായിട്ടുണ്ട്. ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ അതിനെ ഷെയ്ഡ് എന്നുള്ളൊരു ലെയറിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യായിട്ടുണ്ട്, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ബാക്കിയുള്ളതെല്ലാം നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ട് ഷെയ്ഡ് മാത്രം വെക്കാം. ഇപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സ്ലോപ്പ് ഷെയ്ഡാണെന്ന് പറഞ്ഞു. സ്ലോപ്പ് ഷെയ്ഡ് വരയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഐസോമെട്രിക് വ്യൂവിലാണ് കിടക്കുന്നത്. ഞാനൊരു ഫ്രണ്ട് വ്യൂ എടുത്തിട്ട് വേണം എനിക്ക് സ്ലോപ്പിൻ്റെ ആ ഒരു പ്രൊഫൈൽ വരച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഞാനിത് എടുത്തു കഴിഞ്ഞു. ഞാനിത് PL ആണെങ്കിലും കുഴപ്പമില്ല, ലൈൻ ആണെങ്കിലും വരയ്ക്കാം. എൻഡർ എടുത്തു. ഇവിടെ നിന്ന് നമ്മൾ എത്രയാ ചുമരിൽ നിന്ന് തള്ളി വരുന്നത്, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നോക്കുക. അത് 60 ആണ്. 60 കൊടുക്കുക. അതിന് മേലിൽ കൂടെ നമ്മുടെ അതിൻ്റെ ഒരു തിക്നെസ് കൊടുക്കുക 10. എന്നിട്ട് നമുക്കൊരു സ്ലോപ്പ് വേണം. സ്ലോപ്പിനുള്ളത് ഇവിടെ 30 ഡിഗ്രി ആംഗിൾ ഇൻക്ലൈനിലാണ് നമുക്ക് സ്ലോപ്പ് കിട്ടുന്നത്. ആ 30 ഡിഗ്രി എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെസ് കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആംഗിൾ പോലത്തെ ഒരു സിമ്പിൾ കമന്റ് ബാറിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ 30 കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ നമ്മുടെ ലൈൻസ് ലാൻഡിങ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു റഫായിട്ടൊരു ലൈനിൽ നിർത്തുക. എന്നിട്ട് എനിക്ക് താഴെയുള്ള ലൈനെ കണക്ട് ചെയ്യാനുണ്ട്. അതിനെ ഞാൻ ഇതിലോട്ട് കണക്ട് ചെയ്യുക. ബാക്കിയുള്ളത് എനിക്ക് ട്രിം ചെയ്ത് കളയാനുള്ളതാണ്. നമ്മൾ 3D എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ട്രിം ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാക്സിമൈസ് ചെയ്ത് അല്ലെങ്കിൽ സൂം ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിം ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാൻ ഓപ്സെറ്റ് അതിനായിട്ടുള്ള ഒരു തിക്നെസ് 10 കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 7.5 കൊടുത്തെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു 7.5 കൊടുത്തിട്ട് അതിൻ്റെ ആയിട്ടൊരു തിക്നെസ് കാണിക്കാനുള്ള ഓപ്സെറ്റ് എടുക്കുക. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് ട്രിം ചെയ്ത് കളയുക. നമുക്ക് വേണ്ട ഔട്ടർ പോർഷൻ മാത്രമാണ് നമ്മൾ വെക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ട്രിം ചെയ്ത് എടുക്കണം. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് വേണ്ടത്.
എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിനെ റീജിയൻ ചെയ്യുക. വൈ? ബിക്കോസ് നമ്മൾ ലൈൻ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് റീജിയൻ ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പ്രൊഫൈലിനെ മൂവ് ചെയ്യണം. മൂവ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സൗത്ത് ഈസ്റ്റ് ഇതിലാണ് നമ്മൾ ഐസോമെട്രിക് വ്യൂവിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റാണ് ഈ പ്രോജക്റ്റും ഫുൾ ബേസ് പോയിന്റായിട്ട് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്തിട്ട് ഞാൻ ഇവിടെയാണ് ഈ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 60ക്ക് അകം വേണം നമ്മുടെ ഷെയ്ഡ് നിൽക്കാനായിട്ട്. അതുകൊണ്ട് അങ്ങ് ഈ രണ്ട് എൻഡും കൂടെ കണക്ട് ആവുന്ന രീതിയിൽ ഞാൻ ഇവിടെയാണ് ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കാൻ പോകുന്ന കമാൻഡ് എന്ന് പറയുന്നത് സ്വീപ്പ്. SW എൻ്റർ കൊടുക്കുക. ഇതാണ് നമ്മൾ സ്വീപ്പ് ചെയ്യേണ്ട പ്രൊഫൈൽ. ഇതിനെ കൊടുത്തു കഴിഞ്ഞു. എൻ്റർ കൊടുത്തിട്ട് പാത്ത് എനിക്ക് ഈ ഒരു ചുറ്റും നമ്മൾ വരച്ച ഷെയ്ഡിൻ്റെ പാത്താണ്. അപ്പോൾ എനിക്ക് ഈ കൂര പോലത്തെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് താഴെയാണ് ഇരിക്കുന്നത്, അല്ലയോ? അപ്പോൾ ഇതിനെ നമുക്ക് ഷെയ്ഡിൻ്റെ പൊസിഷനിലോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ മൂവ് ചെയ്ത് വെക്കണം. ആസ് യൂഷ്വൽ നമ്മൾ ബേസ് പോയിൻ്റൊക്കെ റെഫർ ചെയ്ത് എടുത്തിട്ട് ഇതിനെ F8 ഓൺ ആണോ എന്ന് നോക്കിയിട്ട് 210 എന്നുള്ളൊരു ഹൈറ്റിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. ഇപ്പം നമുക്ക് ആ വോൾ മാത്രം ഓൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ? ആ വിൻഡോയുടെ മേലെ ആയിട്ടാണ് നമുക്ക് ഷെയ്ഡ് വരേണ്ടത്. കറക്റ്റായിട്ട് അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു റൂഫും കൂടെ വേണം. റൂഫ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂഫും കൂടെ വേണം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലാറ്റ് റൂഫായിട്ടാണ് കാണിക്കുന്നത്. സ്ലോപ്പ് റൂഫ് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഫ്ലാറ്റ് റൂഫായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് റൂഫ് എടുക്കേണ്ടതും ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു 0 മാത്രം ഓൺ ചെയ്യുക. നമുക്ക് ഈ ഒരു ഔട്ടർ പ്ലാട്ട് ടോട്ടൽ ഏരിയയുടെ റെഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് മാത്രമായിട്ട് നമ്മൾ ചെയ്യണം. ടോപ്പ് വ്യൂവിൽ നോക്കാം. അപ്പോൾ ഏരിയയിൽ നമുക്ക് അടുത്തത് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്സർ എടുക്കുക. 20 നമുക്കൊരു ഫ്ലാറ്റ് റൂഫിൻ്റെ പ്രൊജക്ഷൻ 20 ആണ് കൊടുക്കുന്നത്. 10 കൊടുത്തെങ്കിലും തെറ്റില്ല. ഓക്കെ, അപ്പോൾ 20 ആണ് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്ക് ഫില്ലറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് അതിനെ റൂഫിനുള്ള ലെയറിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് റൂഫിനുള്ള ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. വൈറ്റോ അല്ലെങ്കിൽ ഒരു ക്രീം കളറോ ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് കറണ്ട് ലെയർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 4 ലൈനും ജോയിൻ ചെയ്യണമെന്നില്ല. നമ്മൾ ഏതായാലും റീജിയൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ജോയിൻ ചെയ്യണമെന്നില്ല. ലൈൻസ് ആയിട്ട് തന്നെ നമുക്ക് 4 ലൈൻസും സെലക്ട് ചെയ്തിട്ട് റൂഫിനുള്ളൊരു ലെയറിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ള ലെയേഴ്സ് എല്ലാം ഓഫ് ചെയ്തിട്ട് 0 മാത്രമേ കിടക്കുന്നുള്ളൂ. എല്ലാം ഓഫ് ചെയ്തിട്ട് റൂഫ് മാത്രം എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു സ്ക്വയർ പ്ലോട്ടാണല്ലോ, അതുകൊണ്ട് നമുക്കൊരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്വയറിനെ നമുക്ക് റൂഫായിട്ട് എക്സ്ട്രൂഡ് ചെയ്യാൻ എടുക്കാനായിട്ട് ഐസോമെട്രിക് വ്യൂയിലോട്ട് പോകാം. പിന്നെ നമുക്ക് റീജിയൻ ചെയ്യാം. ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രൂഷൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് റൂഫിൻ്റെ കോൺക്രീറ്റ് റൂഫിൻ്റെ തിക്നെസ് 10 cm ആണ്. അത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇതും പറഞ്ഞ പോലെ താഴെയാണ് ഇരിക്കുന്നത്. ഫ്ലോർ പ്ലാൻ നമ്മൾ എവിടെയാണോ വരച്ച് അവിടെ തന്നെയാണ് കിടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ പൊസിഷനിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ കോർണർ തന്നെ ആയിരിക്കണം ബേസ് പോയിന്റ്. മേലിലോട്ട് 300 വാളിൻ്റെ കറക്റ്റ് വാളിൻ്റെ അവിടെ പ്ലേസ് ആവുന്ന രീതിയിൽ 300 നമുക്ക് കൊടുക്കാം. കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ എല്ലാ ലേയേഴ്സും ഓൺ ചെയ്യുക. എല്ലാ ലേയേഴ്സും ഓൺ ചെയ്യാനുള്ള കമാൻഡ് LAYON ലേ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ലേയേഴ്സും അറ്റ് എ ടൈം നമുക്ക് ഓൺ ആവും. അപ്പം നമുക്ക് ഇങ്ങനെയുള്ളൊരു പോർഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് വിൻഡോസും ഡോർസും ഇനി ചെയ്യാനുണ്ട്. വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ പാരപ്പറ്റ്.
പാരപ്പറ്റ് വരയ്ക്കാനായിട്ട് നമുക്ക് ഈ റൂഫിൻ്റെ ഔട്ടർ ലൈൻ മാത്രം റെഫറൻസിന് ആവശ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ലേയേഴ്സ് എല്ലാം ഓഫ് ചെയ്തിട്ട് റൂഫിൻ്റെ ലേയേഴ്സ് മാത്രം ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലിൽ കൂടുതൽ ഔട്ടർ ലൈനാണ് ട്രേസ് ചെയ്തെടുക്കേണ്ടത് പാരപ്പറ്റിനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ ടോപ്പ് വ്യൂ പ്ലസ് 2D ആണ് നമ്മൾ വെക്കേണ്ടത്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ലൈൻ ഡയഗ്രാം അക്യൂറേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിനി ഇത് PL എടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വേണം. അതുകൊണ്ട് PL ലൈൻ എടുത്തിട്ട് F8 ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഔട്ടർ ലൈൻ മാത്രം ട്രേസ് എടുക്കുക. ഓക്കെ, ഇതെടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ റൂഫ് ഇങ്ങനെ ഇരിക്കട്ടെ, പുതിയൊരു ലെയർ ഷെയ്ഡിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ലെയർ എടുക്കുക, എന്നിട്ട് പുതിയൊരു ലെയർ പാരപ്പറ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് ഞാൻ ഷോർട്ട് ഫോം PP എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരു ലൈറ്റ് കളർ, വല്ല ക്രീം കളറോ അല്ലെ കോൺക്രീറ്റഡ് കളേഴ്സൊക്കെ കിട്ടും. നമുക്ക് മെറ്റീരിയൽസ് പഠിക്കേണ്ടതാണ്, അതിനകത്ത് ഞാൻ പറയാം. അപ്പം അങ്ങനെ ഒരു കളേഴ്സൊക്കെ ആയിട്ട് ക്രീം കളർ വല്ലതും എടുക്കാം. എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ലെയറും കൂടെ ഓൺ ചെയ്തിട്ടിരിക്കുക, PP. ഓക്കെ, ആ ഒരു ലെയറാണ് ഞാനിപ്പോൾ കറണ്ട് ലെയർ ആക്കാൻ പോണത്. കറണ്ട് ലെയർ ആക്കി കഴിഞ്ഞു. ഇനി ഞാൻ ഈ വരച്ചിരിക്കുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈനെ മറ്റേ ലെയറിലോട്ട്, PP എന്നുള്ള ഒരു ലെയറിലോട്ട് ഞാൻ അസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ റൂഫിനുള്ള ലെയറിനെ ഓഫ് ചെയ്തു. ഓക്കെ, എനിക്കിപ്പോൾ ആ ഒരു ഔട്ടർ ലൈൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ പാരപ്പറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഔട്ടർ ലൈൻ മാത്രം കിട്ടിയിട്ടുള്ളൂ. നമുക്ക് അതിനായിട്ട് ഒരു പ്രൊഫൈൽ, ആ പാരപ്പറ്റിലിരിക്കുന്ന വെറുതെ റെക്ടാങ്കിൾ വരച്ച് കൊടുത്താലും മതി. അല്ലാതെ നമുക്കൊരു ഡിസൈനായിട്ടുള്ളതാണ് കാണിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഫ്രണ്ട് വ്യൂ ആണ് എടുക്കുന്നത്, ആ ഒരു പ്രൊഫൈൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എപ്പോൾ ഏത് പോളിലൈൻ തുടങ്ങിയാലും ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴും മൂവ് ആണെങ്കിലും കോപ്പി ആയാലും നമ്മൾ റെഫറൻസ് പോയിന്റ് ഈ ഒരു ഐസോമെട്രിക് വ്യൂവിൽ ലെഫ്റ്റ് ഹാൻഡാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രൊഫൈലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ PL എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് പാരപ്പറ്റയുടെ ഹൈറ്റ് 60 കാണും, 60. എന്നിട്ട് തിക്നെസ് 10 ആണ്. മേലോട്ട് 50 കൊടുക്കുക. ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 50 മാത്രം കൊടുത്തത്. പിന്നെ ആർക്ക് എനേബിൾ ചെയ്യുക. ആർക്ക് എനേബിൾ ചെയ്തിട്ട് F8 ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു ചരിച്ചുള്ള ആർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് എനിക്ക് ഇതുമായിട്ടുള്ളൊരു ആർക്കാണ് വേണ്ടത്. ലൈൻ എനേബിൾ ചെയ്തിട്ട് അവിടെ കൊണ്ട് ഫിനിഷ് ചെയ്യും. ഇവിടെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. നമുക്ക് ആ കൺട്രോൾ പോയിന്റ്സ് വെച്ചിട്ട് വെർട്ടിസസ് വെച്ചിട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെയായിട്ടൊരു ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു പോയിന്റിനെ റീജിയൻ ചെയ്യാണ്. ഇതിനാണ് നമ്മൾ സ്വീപ്പ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഐസോമെട്രിക് വ്യൂയിലോട്ട് പോയി, ഇതാണ് നമ്മുടെ പ്രൊഫൈൽ. ഇതിനെ ഞാൻ റീജിയൻ ചെയ്യാം. ആ റീജിയൻ എൻ്റർ കൊടുത്തിട്ട് സെലക്ട് ചെയ്യുമ്പോൾ റീജിയൻ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് റിയലിസ്റ്റിക്കിൽ വെക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു പാരപ്പറ്റയുടെ പ്രൊഫൈലാണ് ഈ ഒരു ഔട്ടർ ലൈനിലോട്ട് സ്വീപ്പ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് SW എൻ്റർ, ഈ ഒരു റീജിയനെ സെലക്ട് ചെയ്യുക. അതിന് മുമ്പായിട്ട് നമുക്കൊരു ബേസ് പോയിന്റ് വേണം. ഇവിടെ നിന്ന് അകത്തോട്ടല്ലേ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഞാൻ ആദ്യം ഇവിടെ മൂവ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് സ്വീപ്പ് ചെയ്യാം. എൻ്റർ കൊടുത്തു. പാത്ത് ഇതാണ്. പാത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഒരു പാരപ്പറ്റയുടെ സ്റ്റൈല് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് എല്ലാ ലേയേഴ്സും കൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലേ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും
കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഐസോമെട്രിക് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടെ മനസ്സിലാവും. ഇനി പാരപ്പറ്റിനായാലും ഷെയ്ഡിനായാലും പിന്നെ ഇതെല്ലാത്തിനും കുറേ ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറേ എലിവേഷൻസ് നോക്കിയിട്ടുണ്ടാവും. അതുപോലത്തെ എലിവേഷൻസ് ഒക്കെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. പിന്നെ അതും കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ ഡോർസും വിൻഡോസും ഒക്കെ കുറേ ടൈപ്സ് ഉണ്ട്. അതിലെല്ലാ ടൈപ്സും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതിനുള്ളത് ഇൻഡിവിജ്വൽ വീഡിയോ ആയിട്ട് ഇട്ടുതരാം. ഇങ്ങനെ തന്നെയാണ് ഒരു ഫുൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മേലത്തെ നിലയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലാനും കൂടെ നമ്മൾ ഇതിൽ തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ എക്സ്ട്രൂഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ അപ്ലൈ ചെയ്യുക, എങ്ങനെ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.